ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത മഴയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടിലായിരിക്കുന്നു. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതോടെ കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എടത്തുവ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു വീണിരിക്കുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ആലപ്പുഴയിലെ സ്ഥിതി? കുട്ടനാട് ഏതാണ്ട് പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായി കുട്ടനാട്ടിൽ എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ വന്നതാണ്. ആളുകൾക്ക് എത്രത്തോളം ദുരിതമുണ്ട്? ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടോ? ജില്ലാ ഭരണകൂടം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? ഗോപികൃഷ്ണൻ, 2018 ആലപ്പുഴയിലെ പ്രളയമുണ്ടായ സമയത്ത് ഡാം തുറന്നു വിട്ടതടക്കമുള്ള ജലം എത്തിയതായിരുന്നു കുട്ടനാട് മുങ്ങാൻ കാരണം. പക്ഷേ ഇത് അതായത് രാവിലെ 8 മണി മുതൽ 1 മണി വരെ പെയ്ത മഴ, ഒപ്പം തന്നെ കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ 2018 പോലും വെള്ളം എത്താത്ത പലയിടങ്ങളിലും കുട്ടനാട്ടിൽ വെള്ളമെത്തി. ഇന്ന് ഹരിപ്പാട് മുട്ടത്ത് ഒരു വയോധികൻ, 63 വയസ്സുകാരൻ വയോധികൻ ദിവാകരൻ വെള്ളക്കെട്ടിൽ വീണു മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കുട്ടനാട്ടിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് കാലാകാലങ്ങളായി അവർ പറയുന്നു ഒന്നും നടപ്പിലാകുന്നില്ല. കുട്ടനാട്ടിൽ പുറംബണ്ട് കെട്ടി ഉയർത്തണം, ഒപ്പം തന്നെ കുട്ടനാട് പാക്കേജ് പൂർണ്ണതോതിൽ നടപ്പിലാക്കണം. ഈ പാടശേഖരങ്ങളിൽ കൃത്യമായി കൃഷിക്ക് ശേഷം പാടശേഖരത്തിലെ വെള്ളം മൊത്തം മോട്ടോർ പമ്പ് ചെയ്ത് വെളിയിൽ കളയാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിന് പാടശേഖര സമിതികളെ സർക്കാർ അടക്കം KCB അടക്കം സഹായിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാകാത്തതിൻ്റെ പ്രശ്നം, ഒപ്പം തന്നെ റോഡുകൾ ശാസ്ത്രീയമായ രീതിയിൽ പണിയാത്തതിൻ്റെ പ്രശ്നം മൂലം റോഡുകളിലടക്കം വെള്ളം കയറുന്നു. ഇതൊക്കെ തന്നെ കുട്ടനാട്ടുകാർ വർഷങ്ങളായി കാണുന്നതാണ്. അവർക്ക് പുതുമ കൂടിയല്ല. നമ്മൾ അടക്കം അവരുടെ പ്രതികരണം എടുക്കാൻ പോകുമ്പോഴൊക്കെ അവരൊക്കെ എത്ര മഴക്കാലം കണ്ടതാണ്. ഓരോ മഴക്കാലത്തും 8 മാസത്തോളം അവർക്ക് ഒരു വർഷത്തിൽ 8 മാസത്തോളം മഴയുടെ ദുരിതം അനുഭവിക്കണം. 6 മാസം വീട് വിട്ടു പോലും താമസിക്കേണ്ട അവസ്ഥ. പക്ഷേ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പെയ്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ എമ്പാടും നഗരങ്ങൾ, ചെറിയ പട്ടണങ്ങളിൽ പോലും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. കായംകുളം, ആലപ്പുഴ, ഹരിപ്പാട്, മാന്നാർ തുടങ്ങിയിട്ടുള്ള ചെറിയ പട്ടണങ്ങളിൽ പോലും വെള്ളക്കുഴികളായി മാറി. ആലപ്പുഴയിൽ കൊമ്മാടിയിലാണ്, ആലപ്പുഴ AS കനാൽ, ആലപ്പുഴ ചേർത്തല കനാലിൻ്റെ സമീപത്തുള്ള കൊമ്മാടിയിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. നമ്മൾ അത്തരം കാര്യങ്ങൾ, അവിടെ ദൃശ്യങ്ങൾ തന്നെ നേരത്തെ കൊടുത്തിരുന്നു. അവിടെയൊന്നും നേരത്തെ പ്രളയത്തിൻ്റെ സമയത്ത് പോലും വെള്ളം കയറാത്ത പ്രദേശങ്ങളിലാണ് അരയ്ക്കൊപ്പം വെള്ളം വന്ന് 200-250ഓളം കുടുംബങ്ങൾക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം അടക്കമുണ്ടായ പ്രശ്നങ്ങളാണ് നിലവിൽ ഈ നഗര കേന്ദ്രീകൃതമായി ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ. മഴക്കാല മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ആലപ്പുഴ നഗരത്തിൽ നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായി. ആലപ്പുഴയിൽ നഗരത്തിൽ തന്നെ ഇഷ്ടം പോലെ കനാലുകൾ ഉള്ളതാണ്. AS കനാലുണ്ട്, കൊമേഴ്ഷ്യൽ കനാലുണ്ട്. അങ്ങനെ കനാലുകളൊന്നും പൂർണ്ണ സ്ഥിതിയിൽ മഴക്കാലത്തിന് മുമ്പ് വൃത്തിയാക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഈ രീതിയിൽ വെള്ളം പൊങ്ങാൻ കാരണമായി വരുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഴക്കൻ വെള്ളമാണ്. അത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ പെയ്യുന്ന മഴ അടുത്ത ദിവസങ്ങളിൽ ആലപ്പുഴയിലെ ജലാശയങ്ങളിലേക്ക് എത്തും. അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ തുടങ്ങിയ ആറുകൾ വഴി എത്തുന്ന വെള്ളം ക്രമാതീതമായി വന്നാൽ ഈ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നാൽ കുട്ടനാട് മുങ്ങുന്ന സാഹചര്യത്തിലുണ്ടാകും. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ പെയ്ത മഴയിൽ തന്നെ കുട്ടനാട് ഏകദേശം മുങ്ങി. ഇനി നാളെയും ഇന്ന് രാത്രിയും ഒക്കെ തന്നെ ഈ വെള്ളം ഒഴുകിയെത്തിയാൽ സ്ഥിതി വളരെ ദുരന്തപൂർവ്വമാവും. അതായത് അവരുടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത നിലയിലേക്ക് തന്നെ മാറും. പക്ഷേ സർക്കാർ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെങ്കിലും കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഇതുവരെയും സർക്കാർ തലത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. ജില്ലയിൽ ഇതുവരെ 6 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 5 ക്യാമ്പുകൾ തീരദേശ മേഖല കേന്ദ്രീകരിച്ചും 1 ക്യാമ്പ് മാത്രമാണ് കായലോര മേഖല കേന്ദ്രീകരിച്ചും തുറന്നിട്ടുള്ളത്. അത്തരത്തിൽ ക്യാമ്പുകൾ തുറക്കുന്നതിൽ ചില കാലതാമസം ജില്ലയിൽ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിൽ ആലപ്പുഴ ജില്ലയിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല. കുട്ടനാടൻ മേഖലയിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യത്തിൽ വളരെ വേഗം തന്നെ ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റേണ്ടതാണ്. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.